ഹലോ. അപ്പോൾ എല്ലാവരും രാവിലെ തന്നെ അമ്പലത്തിൽ പോകാൻ വേണ്ടിയിട്ട് റെഡി ആയിട്ടിരിക്കുവാണ്. പിന്നെ ഇതായിട്ട് നമ്മുടെ റൂമിൽ നല്ല സ്പേസും കാര്യങ്ങളൊക്കെ ഉണ്ട്. റൂമിൽ തന്നെ 2 അറ്റാച്ച്ഡ് ബാത്റൂമൊക്കെ ആയിട്ടാണ്. നല്ല അടിപൊളി റൂമായിരുന്നു കേട്ടോ. അമ്പലത്തിൽ പോകാൻ വേണ്ടിയിട്ട് എല്ലാവരും പുറത്തേക്ക് ഇറങ്ങി സെറ്റായിട്ട് നിൽക്കുക കേട്ടോ. രാവിലെ അത്യാവശ്യം നല്ല തണുപ്പുള്ളതുകൊണ്ട് തന്നെ മോൾക്ക് അതിന് പറ്റിയ ഡ്രസ്സൊക്കെ ഇട്ട് കൊടുത്തത്. പിന്നെ മൊട്ടടിച്ച് കഴിഞ്ഞിട്ട് മാറാനുള്ള വേറെ ഡ്രസ്സ് എടുത്തിട്ടുണ്ടായിരുന്നേ. നല്ല തിരക്കാ, പറയാൻ വയ്യേ. എപ്പോഴും ഇങ്ങനെ തന്നെ ഉണ്ടാവുക. ഞങ്ങൾ ജഗ്ഗുവിനെ മൊട്ടടിക്കാൻ പോയ സമയത്തും ഇതുപോലൊക്കെ തന്നെയായിരുന്നു. പിന്നെ അത് മാത്രമല്ല, പലരും പറ്റിക്കപ്പെടുന്ന ഒരു സ്ഥലം കൂടെയാണ്. ആദ്യമായിട്ട് വരുന്നവർ എന്തായാലും പറ്റിക്കപ്പെടും, ഷുവറാണ്. പിന്നെ ഞങ്ങൾ മുടി കളയുന്ന ദേവസ്ഥത്തിലെത്തി ടിക്കറ്റ് ഒക്കെ എടുത്ത് നമ്മളെ മുടി കളയുന്നതാട്ടത്. അവളിപ്പോൾ ഇത് എന്താ തന്നെ ചെയ്യുന്നത് എന്നുള്ള രീതിയിൽ നിൽക്കുക കേട്ടോ. സമ്മതിക്കാനൊന്നും കൂട്ടാക്കണില്ല. പിന്നെന്താ അറിയില്ല, ആൾ നല്ലപോലൊക്കെ നിന്നെടുത്തിട്ടുണ്ട്. മുടി മുഴുവൻ കളയുന്ന വരെ ഒരു അലമ്പില്ലാതെ നിന്നെടുത്തിട്ടുണ്ട്, നല്ല കുട്ടിയായിട്ട്. അങ്ങനെ മുടിയെല്ലാം കളഞ്ഞ് പഴനിമട്ടമായിട്ടുണ്ട്. നല്ല രസമുണ്ട് കാണാനായിട്ട്. മുടി ഉള്ളതും ഇല്ലാത്തതും എനിക്ക് വലിയ മാറ്റമായിട്ടൊന്നും തോന്നിയിട്ടില്ല. പിന്നെ നമ്മൾ ഇവമോൾ മൊട്ടടിച്ച കണ്ടപ്പോൾ ജഗ്ഗു കച്ചറ ഉണ്ടാക്കുന്നുണ്ട്. ജഗ്ഗുവിന് മൊട്ടടിക്കുക. അങ്ങനെ അവനും മൊട്ടടിച്ച് കഴിഞ്ഞാൽ പിന്നെ ചന്ദനം തേക്കണമല്ലോ. അങ്ങനെ പിന്നെ ചന്ദനം തേക്കാൻ വേണ്ടി പോയതാട്ടോ. രണ്ടാളും ചന്ദനമൊക്കെ തേച്ച് കുരൊക്കെ തൊട്ടെടുത്ത്. പിന്നെ നമ്മൾ അവിടെ നിന്ന് തന്നെ ഒരു ചായ ഒക്കെ കുടിച്ചിട്ടാട്ടോ പിന്നെ തൊഴാനൊക്കെ പോയത്. പിന്നെ ഉച്ചക്കായതിനെ ഇറങ്ങി വന്നപ്പോൾ തന്നെ തൊഴുതിട്ട് അതൊക്കെ കഴിഞ്ഞ് ഞങ്ങൾ നേരെ റൂമിലോട്ടാട്ടോ വന്നത്. വരുന്ന വഴിക്കിലൊരു നാരങ്ങ സോഡ കഴിച്ചിട്ടുണ്ട്. പിന്നെ ഞങ്ങൾ ഇവിടെ എത്തിയിട്ട് ഫുഡൊക്കെ വാങ്ങിച്ചിട്ട് എല്ലാവരും കഴിക്കുന്നതാണ് കാണുന്നത്. അപ്പോൾ വീഡിയോ എത്ര ഉള്ളൂ ഗൈസ്. വീഡിയോ ഇഷ്ടമെങ്കിൽ ലൈക്ക് ചെയ്ത പോലെ ടാറ്റാ.